ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മത്തിക്കറിയാണ്. അതിനുവേണ്ടി ഞാനിവിടെ മത്തി കഴുകി വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ 3 സ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്ര എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 3 കഷ്ണം ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞത്, ഒരു വലിയ തക്കാളി, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി, ഒരു തണ്ട് കറിവേപ്പില. കറി വെക്കുന്നതിന് മുമ്പായിട്ട് ഈ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം എണ്ണയിൽ. അതിനു വേണ്ടി ചട്ടി ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞതിട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ നന്നായിട്ട് ചെറിയ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടിയൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പൊടിയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം അരച്ചെടുക്കാം. ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് പൊടികളൊക്കെ. ഇനി കറി വെക്കാനായിട്ട് ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഉള്ളിയൊക്കെ ചെറുതായി മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പിട്ടതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുളി ഇട്ട് കൊടുക്കാം. 2 കഷ്ണം പുളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി തിളച്ച് കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കറിയൊക്കെ നന്നായി തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.